ആലപ്പുഴ സുഭദ്ര കൊലപാതക കേസിലെ പ്രതികളെ മണ്ണഞ്ചേരി പോലീസ് സ്റ്റേഷനിലെത്തിച്ചു. കർണാടകയിൽ നിന്ന് പിടികൂടിയ മാത്യൂസ്, ഷർമിള എന്നിവരെയാണ് എത്തിച്ചത്. ഷൈജു വിവരങ്ങൾ നൽകാനായി ആലപ്പുഴയിൽ നിന്ന് ചേരുന്നുണ്ട്. ഷൈജു, ഒളിവിലായിരുന്ന ഇരു പ്രതികളെയും ഇന്നലെയാണ് പോലീസ് കണ്ടെത്തിയത്. ഇന്നിപ്പോൾ നാട്ടിലെത്തിച്ചിരിക്കുന്നു. ഈ ചോദ്യം ചെയ്യൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് കടന്നിട്ടുണ്ടോ നിലവിൽ പോലീസ്? അമൃത, ഈ സുഭദ്ര കൊലക്കേസുമായി ബന്ധപ്പെട്ട് പ്രതികളെ പിടിക്കുക എന്നതായിരുന്നു പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട ഒരു കടമ്പ. അതുകൂടി അവർ കടന്നിരിക്കുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്നലെ ഉച്ചയോടുകൂടിയാണ് കർണാടകയിലെ ഉടുപ്പിയിലേക്ക് പോകാൻ ശ്രമിച്ച ഇവരെ യാത്രാമധ്യേ മണിപ്പാലിൽ നിന്ന് ഇവരെ കസ്റ്റഡിയിലെടുത്തതിന് ശേഷം ഇവരെ റോഡ് മാർഗം ആലപ്പുഴ മണ്ണഞ്ചേരിയിലേക്കാണ് എത്തിച്ചത്. അല്പസമയങ്ങൾക്ക് മുമ്പാണ് മണ്ണഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ ഇവരെ എത്തിച്ചത്. മണ്ണഞ്ചേരി പോലീസ് സ്റ്റേഷൻ്റെ പരിധിയിലാണ് ഈ കൊലപാതകം നടത്തുകയും ഇത് കുഴിച്ചിടുകയും ചെയ്ത്. അതുകൊണ്ട് തന്നെ കടവന്ത്രയിൽ നിന്ന് കാണാതായ സുഭദ്രയുടെ കൊലപാതകം നടന്ന സ്ഥലം എന്നർത്ഥത്തിൽ മണ്ണഞ്ചേരിയിൽ എത്തിക്കുകയായിരുന്നു അന്വേഷണ സംഘം ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ എത്തിച്ചതിന് ശേഷം ഇനി വൈദ്യപരിശോധന നടത്തിയതിനു ശേഷം കോടതിയിൽ ഹാജരാക്കും. അതിനു മുമ്പ് നേരത്തെ അമൃത സൂചിപ്പിച്ചതുപോലെ ഒരു ചോദ്യം ചെയ്യൽ പ്രക്രിയയിലേക്ക് പോലീസ് കടക്കും, അന്വേഷണ സംഘം കടക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം ജില്ലാ പോലീസ് മേധാവിയാണ് ഇതിന് മേൽനോട്ടം വഹിക്കുന്നത്. അദ്ദേഹത്തിന്റെ കൂടി അനുമതിയുടെയും നിർദ്ദേശത്തിന് ഒരുപക്ഷെ അദ്ദേഹം കൂടി എത്തിയതിനു ശേഷമായിരിക്കും ചോദ്യം ചെയ്യൽ നടപടിക്രമങ്ങൾ ആരംഭിക്കുക. അതോടൊപ്പം തന്നെ ഇവരെ അറസ്റ്റ് രേഖപ്പെടുത്തുന്നതിന്റെ കാലയളവ് വെച്ച് കോടതിയിൽ ഹാജരാക്കുന്ന ഒരു നടപടിയിലേക്കായിരിക്കും പോലീസ് കടക്കുക എന്നാണ്. ഒരു സംശയം, നിലവിൽ ഇപ്പോൾ ഈ പ്രതികൾ കുറ്റം സമ്മതിച്ചിട്ടുണ്ടോ? പ്രതികൾ ഇവരെ കസ്റ്റഡിയിലെടുത്തു. യാത്രാമധ്യേ തന്നെയുള്ള ചോദ്യം ചെയ്യലിൽ പ്രതികൾ കുറ്റം സമ്മതിച്ചിട്ടുണ്ടെന്നാണ് പോലീസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. അത് ചോദ്യം ചെയ്യലിൽ ഔദ്യോഗികമായി സ്ഥിരീകരിക്കുക എന്നൊരു പ്രക്രിയ മാത്രമേ പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളൂ. അവർ കുറ്റം സമ്മതിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് അന്വേഷണ സംഘത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇവരെ മണ്ണഞ്ചേരി പോലീസ് സ്റ്റേഷനിലാണ് ഇപ്പം എത്തിച്ചിട്ടുള്ളത്. ഇതിനുശേഷം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിശദമായ ചോദ്യം ചെയ്യലിലേക്ക് കടക്കും എന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇപ്പോൾ നമുക്ക് പറയാൻ കഴിയുന്നത്. മറ്റൊരു കാര്യം, ഇതോടൊപ്പം തന്നെ ഈ രണ്ടുപേരോടൊപ്പം തന്നെ ഈ മാത്യൂസിന്റെ സുഹൃത്തും ബന്ധുവുമായ മറ്റൊരാളെ കൂടി പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഈ അന്വേഷണം ഇവരെന്തിനു കൊല ചെയ്തു, എങ്ങനെയാണ് കൊല ചെയ്തത് എന്ന അന്വേഷണത്തോടൊപ്പം ഇവരെ ഏതെങ്കിലും തരത്തിൽ സഹായിച്ചിട്ടുണ്ടോ എന്നതൊക്കെ അടക്കം ഈ അന്വേഷണത്തിന്റെ പരിധിയിൽ വരുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ അതിൽ സംശയിക്കുന്ന ഒരാളാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഒരു ബന്ധുവും സുഹൃത്തുമായ ഒരാളെ കൂടി കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് പോലീസ്.